ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയിലത്തെ വിശേഷമാണ് കേട്ടോ. ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാലും നമ്മൾ എല്ലാ ദിവസവും നമ്മൾ സംസാരിക്കുന്നത് പോലെ തന്നെ ഞാൻ ഇന്നും വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പതിവ് പോലെ നേരത്തെ എണീറ്റ് നേരത്തെ അല്ല, സാധാരണ എണീക്കുന്ന പോലെ എണീറ്റ് അപ്പോഴേക്കും ഇവിടുത്തെ അപ്പാപ്പനും മക്കളൊക്കെ ഹാജരായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചൂടായതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് അവരൊക്കെ നേരത്തോടെ എണീക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ ബാംഗ്ലൂർക്ക് കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്ത സോഫ കമ്പഡാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഇന്ന് രാവിലെ അതൊക്കെ റെഡിയാക്കി മറ്റേ ഒരു വണ്ടിയൊക്കെ ഏൽപ്പിച്ച് ആദ്യം പോസ്റ്റ് ഓഫീസ് വഴി സെൻഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് തോന്നുന്നു ഡാഡി എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ അത് പറയാണ്ടിരിക്കുകയാണ് നല്ലത്. അങ്ങനെ രാവിലെ എണീറ്റു. തോമുവിൻ്റെ ഉണ്ണിനെ കയ്യേറി പാച്ചുവിന് കൊടുക്കണില്ല. അങ്ങനെയാണ് ഇവിടെ. അപ്പോൾ തോമു ഇല്ലാത്ത സമയത്താണ് പാച്ചുകൂട്ടാൻ ചാക്കോച്ചനൊക്കെ ഇട്ട് കളിപ്പിക്കുക. പക്ഷേ ഡിവൈൻ അതൊന്നും നോക്കാറില്ല കേട്ടോ. ഡിവൈൻ രണ്ടാളെയും കൊണ്ട് പോകും മുകളിലേക്ക്. ചാക്കോച്ചൻ്റെ ഇടവും മലയിരുത്തും, പാച്ചുവിന് കളിക്കാനുള്ള ഒരു ഇത് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അത് നിങ്ങൾക്കറിയാം, പറയാണ്ട് തന്നെ അറിയാം. അപ്പോൾ അങ്ങനെ ചാക്കോച്ചനെ കെട്ടിപ്പിടിച്ച് ഇതുവരെ കാണാത്ത പോലെയാണ് കേട്ടോ തോമുട്ടൻ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാവിലെ മുറ്റത്തേക്ക് ഇറക്കി. കാരണം അകത്ത് നല്ല ചൂടാണ് ഇപ്പോൾ. മൊത്തത്തിൽ എല്ലായിടത്തും ചൂടാണെന്നറിയാം. എന്നാലും പ്രത്യേകിച്ച് ഇവിടെ കുട്ടികളും ബഹളവും, നമ്മൾ കൂടുതൽ ബഹളം വയ്ക്കുമ്പോൾ ചൂട് കൂടുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒറ്റയ്ക്ക് വെറുതെ ഇരിക്കുമ്പോൾ അത്രയ്ക്ക് തോന്നാറ്. നമ്മൾ ഈ കുട്ടികളുടെ പിന്നാലെ ഓടുകയും ഒക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ നമ്മുടെ പാച്ചുവിന് സ്ഥിരമുള്ളതാണല്ലോ ഈ ഒതുക്കൽ. അപ്പോൾ കുട്ടി ഒതുക്കി തുടങ്ങി അവിടെ. അപ്പോൾ രാവിലെ ഇന്ന് ഞങ്ങൾക്ക് നൂലപ്പവും കറിയായിരുന്നു കേട്ടോ. വെറുതെ ഉള്ളിക്കറിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഡിവൈൻ ഏതോ ഒരു പേര് പറഞ്ഞു. ഫസ്റ്റ് വനിതയിൽ നോക്കിയിട്ട് പണ്ട് വച്ചിട്ടുണ്ടായിരുന്ന ഡിഷാത്രേ. നല്ല ടേസ്റ്റുള്ള ഒരു കറിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് തോമു അപ്പയുടെ കൂടെ പോയി സെക്കൻഡ് പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു നമ്മുടെ പാച്ചൂട്ടൻ. അപ്പോൾ പാച്ചൂട്ടൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ എന്തെങ്കിലും ഡിസ്പോസിബിൾ പാത്രങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ജ്യൂസിൻ്റെ വല്ല കുഞ്ഞു കുപ്പികളോ ഒക്കെ കൊടുത്താൽ കുറേ നേരം അവിടെ ഇരുന്ന് കളിക്കൂട്ടോ. മൂപ്പരുടെ പണി എന്താണെന്ന് വെച്ചാൽ കുപ്പി ഇങ്ങനെ നിരത്തി വെച്ചിട്ട് കൈ ഒട്ടും. പക്ഷേ ഫാൻ്റെ ഇതിൽ കാലി കുപ്പിയല്ലേ, അത് വീഴും. അപ്പോൾ സങ്കടം. അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ മൊത്തം ലോക്കറ്റുകളുടെ ഇതായിരുന്നു. കുറേ പേർക്ക് ലോക്കറ്റുകൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെ സീസണല്ലേ വരണേ. ഞാൻ പറഞ്ഞില്ല, ഇപ്പം എനിക്ക് തോന്നുന്നു മെയിനായിട്ട് ഈ ലോക്കറ്റും കമ്മലും കൂടിയുള്ള സെറ്റുകളാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ മെയിനായിട്ട് എല്ലാവരും ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. കാരണം എല്ലാവർക്കും ഇപ്പോൾ വീതിയുള്ള മാലയും അതായത് സാധാരണ ഗോൾഡ് ചെയിനും ലോക്കറ്റുമാണ് എല്ലാവരും ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ഹിന്ദുസ് ഒക്കെ ഡിവോഷണൽ ലോക്കറ്റ്സ് കുറേ ഇഷ്ടം ഉണ്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക്. അപ്പോൾ അങ്ങനെ ഡിമ്പിളും പാപ്പനും മോനും ഡിമ്പിളും കൂടി പോയി നമ്മുടെ തെറാപ്പിക്ക്. നിങ്ങൾക്കറിയാമല്ലോ, ഇനിയിപ്പോൾ ഞാൻ പറയണ്ടല്ലോ, പോയി എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ അവർ പോയി. അപ്പോൾ പാക്ക് ചെയ്തത് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഗേറ്റ് ലോക്ക് ചെയ്യാണ്ടാണ് പോയേക്കുന്നത്. ഇപ്പം തന്നെ മടങ്ങി വരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് വിചാരിക്കേണ്ടാവും എന്താണ് ഇത് ഇടയിൽ കയറി വന്നതെന്ന്. ശരിക്കും ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും കുട്ടികൾ പോയി അത് പണ്ടും അങ്ങനെ തന്നെയാണ്. സ്കൂളിൽ ആയിരിക്കുന്ന സമയത്ത് തൊട്ട് അങ്ങനെയായിരുന്നു. കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ മെഴുതിരി എത്തിച്ചിട്ട് എനിക്ക് ഒരു ചെറിയൊരു നമ്മൾ മനസ്സിൽ ഓരോന്ന് വിചാരിക്കില്ല. അത് കഴിയുമ്പോൾ ആ കുഞ്ഞ് മെഴുതിരിയെ വാങ്ങിക്കുക. പണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് 32 കൊച്ചു മെഴുതിരിയുണ്ട്. ഇതിപ്പോൾ തൂക്കാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ശരിക്കും ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഷ്ടി കത്തിയിട്ട് അതങ്ങനെ കെട്ടുപോകും. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പോവാം. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആ രാവിലത്തെ മെഴുതിരി കത്തിച്ച് നടയിൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവരെല്ലാവരും പോയതിന് ശേഷമാണ് ഞാൻ ആ ലൈറ്റ് ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഓട്ടോറിക്ഷ വന്നു. അതിലേക്ക് സാധനങ്ങൾ കയറ്റി. വലിയ വെയിറ്റൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ, തീരെ വെയിറ്റില്ല. അപ്പോൾ അത് കയറ്റാനൊക്കെ നല്ല എളുപ്പമാണ്. അപ്പോൾ അവിടുത്തെ ആൻസിനോട് അവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഫ്ലാറ്റിൻ്റെ ഗാർഡിനോട് എന്തെങ്കിലും വാച്ച്മാനോട് പറഞ്ഞ് ഏൽപ്പിക്കാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് അകത്തുനിന്ന് വലിയൊരു ഭാരം ഒഴിഞ്ഞ പോലെയായി. കാരണം കുറേ ദിവസങ്ങളായിട്ട് നമ്മളുടെ അകത്ത് ഇവിടെ ഇരിക്കല്ലായിരുന്നേ. അത് പൊന്നു വിട്ടുപോയതാണ്. അത് നേരെ അവിടെ നിന്ന് തന്നെ സെൻഡ് ചെയ്യാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ആൻസർ നാട്ടിലുള്ള കാരണം അതങ്ങനെ എത്തിക്കാനും പറ്റിയില്ല. അപ്പോൾ പിന്നെ അവർ ഡെലിവറി ചെയ്തത് ഇങ്ങോട്ടാണ്. പക്ഷേ നമുക്കത് ഇരട്ടി ബുദ്ധിമുട്ടായി. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ. അപ്പോൾ ആദ്യം കൊണ്ടുപോയപ്പോൾ അവർ പറ്റില്ല എന്ന് പറഞ്ഞു. എവിടെയാണാവോ കൊണ്ടുപോയത്. പക്ഷേ ഡാഡി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് പോയി അത് നടത്താണ്ട് വരില്ല. അങ്ങനെയാണ് കേട്ടോ ഡാഡിയുടെ ഒരു പ്രകൃതി. പണ്ട് തൊട്ട് അങ്ങനെ. അപ്പോൾ ഞങ്ങൾ പറയും
ഡാഡി പോയാൽ നടക്കാണ്ട് വരില്ല എന്ന് പറയും. ഡാഡി ഏതെങ്കിലും വിധത്തിൽ അത് നല്ല രീതിയിൽ നടത്തിയിട്ടേ വരുള്ളൂ കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. ശരിക്കും ഇന്ന് നല്ല അലച്ചിലായിരുന്നു കേട്ടോ. ഡാഡിക്ക് ഭയങ്കര വെയിലും എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം കൂടുതൽ ചൂടുണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഇവർ പോയി കഴിയുമ്പോഴാണല്ലോ നിങ്ങൾക്കറിയാലോ എൻ്റെ പണികൾ. അപ്പോൾ ഡിവൈൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുക്കള മൊത്തം ഒതുക്കിയതിന് ശേഷം നമ്മുടെ ഉഴുന്നും അരിയും വെള്ളത്തിലിട്ടു. അപ്പോൾ ആ സമയത്താണ് ഡിംപിളിൻ്റെ വക ഉച്ചകാലത്തേക്കുള്ള ഭക്ഷണം വെച്ചിരുന്നത്. ഇന്ന് ഉള്ളി സാമ്പാറും ഉരുളക്കിഴങ്ങ് ഉപ്പേരിയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ സംഭാരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ സമയത്താണ് ഞാൻ എൻ്റെ മറ്റേ പാക്കിങ്ങും കാര്യങ്ങൾക്കുള്ള അഡ്രസ്സ് എഴുതലും കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് കഴിഞ്ഞ് ഡിംപിളിനെ കൊണ്ടുവരോട് കൂടി ഡാഡി അത് പാക്ക് ചെയ്ത് പോസ്റ്റ് ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഗ്യാപ്പിൽ നമ്മൾ ഫുഡ് വെക്കുന്ന ഗ്യാപ്പിൽ ഞാൻ ഓരോ കള്ളികൾ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഒതുക്കും. കാരണം എത്ര ഒതുക്കിയെന്ന് പറഞ്ഞാലും നമ്മളൊരു 6 മാസം അല്ലെങ്കിൽ 2-3 മാസം കഴിയുമ്പോൾ നമ്മളൊന്നും കൂടി ഒതുക്കേണ്ടി വരും. കാരണം സ്ഥാനം തെറ്റിയിരിക്കുന്നുണ്ടാവും സാധനങ്ങൾ. അപ്പോൾ നമ്മളൊന്ന് ഇറക്കി കയറ്റി കഴിഞ്ഞാൽ അത് ഭയങ്കര പിന്നെയും അത് ഒതുങ്ങിയിരിക്കുകയും നമുക്ക് വേണ്ട സാധനങ്ങൾ വേണ്ടപ്പോൾ കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് മാറ്റാൻ തോന്നില്ല. നമ്മൾ പണ്ട് തൊട്ടേ പൂരി ഉണ്ടാക്കുമ്പോൾ ഷേപ്പ് ചെയ്യണ മൂടിയാണ് കേട്ടോ. നമ്മൾ പൂരി പരത്തിയിട്ട് ഇതുകൊണ്ടാണ് ഷേപ്പ് ചെയ്യുക. അത്ര വലിപ്പമുണ്ടാവും പൂരി. എന്നിട്ട് അതിൻ്റെ പണ്ടൊക്കെ അങ്ങനെയാണ് അരികെടുത്തിട്ട് വീണ്ടും അടുത്ത പൂരി ഉണ്ടാക്കും. അങ്ങനെയാണ് കേട്ടോ. പക്ഷേ എനിക്ക് ആ പാത്രം അവിടെ നിന്ന് മാറ്റാൻ തോന്നുന്നില്ല. കാരണം ഇപ്പം നമ്മൾ പൂരി പരത്തണമില്ല ഉണ്ടാക്കണമില്ല എങ്കിൽ പോലും അത് പൂരിയുടെ ഓർമ്മയ്ക്ക് അത് അവിടെ ഇരിക്കട്ടെ എന്നെ വിചാരിച്ചു. കാലങ്ങളായിട്ടുള്ളതാണ് പൂരിയുടെ ഷേപ്പ് ചെയ്യണ പാത്രം. അപ്പോൾ രണ്ടാമത്തെ കള്ളി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആദ്യത്തേൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റീമർ ഇഡ്ഡലി കുക്കർ, പിന്നെ നമ്മുടെ എന്തുട്ടാണ് വട്ടയപ്പത്തിൻ്റെ തട്ട്, അങ്ങനത്തെ സംഭവങ്ങളാണ്. ഇപ്പുറത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ മറ്റേ സ്റ്റീമർ. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ഓച്ചുവിൻ്റെ പ്രായമുണ്ട് കേട്ടോ ഈ പാത്രത്തിന്. ബോംബെയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അന്ന് സ്റ്റെബിയും ജെസ്സിയും കൂടിയിട്ട് പോയിട്ട് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് മിളകിടാന്ന് പറഞ്ഞിട്ട് അന്ന്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് മുട്ട പുഴുങ്ങാം, പഴം പുഴുങ്ങാം. ഇതൊക്കെ കുക്കറിൻ്റെ മുകളിൽ വെക്കുന്ന ഒരു കൊച്ചു പാത്രം. നമുക്ക് അത്യാവശ്യം കുട്ടികൾക്ക് എന്തെങ്കിലും പണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ആപ്പിൾ പുഴുങ്ങിയിരുന്നു അതിൽ. അതാണ്. ഇതൊക്കെ പണ്ടത്തെ പാത്രങ്ങളാണ് കേട്ടോ, ഒന്നും പുതിയതല്ല. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. മറ്റേ ആൻസൻ്റെ മമ്മിയുടെ സിസ്റ്ററുണ്ട് ജാൻസി ആൻറ്റീനെ, ഓസ്ട്രേലിയയിലാണ്. ആ ആൻറ്റി എപ്പോൾ വരുമ്പോഴും ഗിഫ്റ്റ് കൊണ്ടുവരും കേട്ടോ. ഏറ്റവും ആദ്യത്തെ പ്രാവശ്യം തോന്നുന്നു വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അത് ഭയങ്കര ഉപകാരമുള്ള പാത്രമാണ്. ചെറിയതിലും സ്റ്റീമറിലും പിന്നെ നമ്മുടെ സോസ് പാനിലൊക്കെ ഇരിക്കും കേട്ടോ. നമുക്ക് ഒരു പഴം പുഴുങ്ങാനോ മുട്ട പുഴുങ്ങാനോ എന്തിനും ഉപയോഗിക്കാവുന്ന ഒരു സംഭവം. അതിൻ്റെ സ്റ്റാൻഡ് പിടുത്താണിത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് പാത്രം മുകളിൽ വെച്ചിട്ട് ഞാൻ ഈ പിടുത്തം നേരെ താഴെ വയ്ക്കുക. അപ്പോൾ ചൂട്ടോടെ നമ്മളിവിടെ നൂലപ്പം ചൂടാക്കുക, വല്ലതും പുട്ട് ചൂടാക്കുക, ആവിയേറ്റ് ഒക്കെ ഇതിനകത്താണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഈ കള്ളിയിലിരിക്കുന്നതാണ് ഫുൾ പുട്ടുകുറ്റികളും പിന്നെ നമ്മളുടെ ഉണ്ണിയപ്പച്ചട്ടി, വെള്ളയപ്പച്ചട്ടി. ഇതാണ് നമ്മളുടെ ഈ കള്ളിയിലുള്ളത് കേട്ടോ. പിന്നെ ഏറ്റവും അടിയിലിരിക്കുന്നതാണ് ഐസ്ക്രീം പുട്ടിൻ്റെ ഒരിക്കൽ വാങ്ങിച്ചപ്പോഴത്തെ അതിൻ്റെ ആ കുറ്റിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇപ്പോൾ ഈ നേരം കൊണ്ട് എനിക്ക് ഈ 2 കള്ളിയാണ് ഒതുക്കാൻ പറ്റിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ 2 കള്ളി ഒതുക്കാം. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ എൻ്റെ പണികളിലേക്ക് ഏർപ്പെട്ടു. അങ്ങനെ 12:45 ആകുമ്പോഴത്തേക്കും കിച്ചണിലത്തെ പണികൾ ഓൾറെഡി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ പണിയാണ് ചോറ് വയ്ക്കുക എന്നുള്ളത്. കറികൾ പൊന്നു വെച്ചിട്ട് പോവും, പാത്രങ്ങൾ ഡിവൈൻ കഴുകിയിട്ട് പോവും. അപ്പോൾ ചോറ് വയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ പണി. 12:45 ആകുമ്പോഴേക്കും കംപ്ലീറ്റ് പരിപാടികൾ കഴിഞ്ഞു. അപ്പോഴും ഓച്ചു എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ കുക്കീസൊക്കെ കഴിഞ്ഞ് ഒരു വളരെ വിരലിലെണ്ണാവുന്നതുള്ളൂ. പിന്നെ വലിയ ടിന്ന അവിടെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊരു ചെറിയ ബോക്സിലാക്കിയിട്ട്, ഞാൻ നിങ്ങളോട് പറയാറില്ലേ വലിയ സാധനങ്ങൾ എപ്പോഴും കുറച്ചുള്ളെങ്കിൽ അത് ചെറിയ ബോക്സിലേക്ക് പകർത്തണമെന്ന്. അങ്ങനെ പകർത്തി വരുമ്പോഴേക്കും എന്താ കോളിംഗ് ബെൽ അടിച്ചു. ദേ അപ്പാപ്പനും അമ്മയും മോനും കൂടിയിട്ട് വന്നു. അപ്പോൾ ദേ വരവ് നോക്ക്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പോകാനും വരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഉഷാറാണ് മൂപ്പര്. അപ്പോൾ കാലത്ത് എണീറ്റ വഴിക്ക് പറഞ്ഞു കൊടുക്കും, ചേച്ചി പോവാ, ചേച്ചി അടുത്ത് പോവാന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവരത്രയും കെയർ ചെയ്തിട്ട് ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പുതിയ മാലകൾ വന്നിട്ടുള്ളതാണ് കേട്ടോ. നമ്മളുടെ എന്താ പറയുക, ഒരു തരം സ്റ്റോണാണ്. ഇത് പ്ലേറ്റ് ചെയ്യാത്തതാണ്. ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ അബദ്ധത്തിൽ വന്ന് പെട്ടിട്ടുള്ളതാണ് കേട്ടോ വീഡിയോയിൽ. പക്ഷെ നല്ല മാലയാണ് കേട്ടോ, കാണാൻ നല്ല സ്റ്റോൺസാണ്. ഇത് പ്ലേറ്റ് ചെയ്തിട്ടില്ല. പ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്ത് തന്നെ ആയാലും ഇത് ഒറ്റയ്ക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാണ് ആ മാല. പക്ഷേ പ്ലേറ്റ് ചെയ്ത് വന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. എനിക്കതറിയാം,
പക്ഷെ നിങ്ങൾക്കത് കാണണമെങ്കിൽ പ്ലേറ്റ് ചെയ്തിട്ട് വരണം. അപ്പോൾ ഞാനത് കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ഫുഡിൻ്റെ നേരമായി ഭക്ഷണം കഴിക്കാനായിട്ട് ഡാഡി ഇന്ന് കുറേ ലേറ്റായി. കാരണം ഈ പാക്കിങ്ങും പാർസൽ ചെയ്യലും ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ലേറ്റായി. അപ്പോൾ ഞാൻ ഇന്ന് ഇത്തിരി സമയം കിട്ടിയപ്പോൾ ഞാൻ ഗോതമ്പ് പായസം ഉണ്ടാക്കിട്ടോ. എനിക്കെന്തോ ഗോതമ്പ് പായസം നമ്മുടെ പപ്പടം കൂട്ടി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നെന്തോ അങ്ങനെ തോന്നിയപ്പോൾ ഞാൻ കുറച്ച് സമയവും ബാക്കിയുണ്ടായിരുന്നു. ഇവരൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് വരാൻ ഇത്തിരി ലേറ്റായി. പിന്നെ നിങ്ങൾ കണ്ടില്ലേ 12:45 എൻ്റെ കിച്ചണിലത്തെ പണി കഴിഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് പായസം എടുത്ത് ഉണ്ടാക്കിയിട്ടോ. എന്നിട്ട് ഞാൻ തന്നെ പപ്പടമൊക്കെ കൂട്ടി സുഖമായിട്ട് തിന്നു. ഇവരെല്ലാവരും കഴിച്ചു. എന്നാലും ഞാനാണ് കൂടുതൽ കഴിച്ചത്. വളരെ മധുരം കുറവിട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ചൂടല്ലേ, ഞാൻ പറയും ചൂടായ കാരണം കുട്ടികളെയും കൊണ്ട് മിണ്ടാണ്ട് റൂമുകളിലേക്ക് പൊക്കോന്ന് പറയും. അപ്പോൾ ആ സമയത്ത് എൻ്റെ മക്കൾ ഈ പറഞ്ഞ പോലെ പുറത്ത് ഭയങ്കര ചൂടാട്ടോ. ഷീറ്റടിച്ച കാരണം അവർക്ക് ഭയങ്കര ചൂടാണ്. അപ്പോൾ അവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് സുഖമായിട്ട് കിടന്നുറങ്ങണവർ എൻ്റെ ഒച്ച കേൾക്കുമ്പോൾ ഇവിടത്തിലിങ്ങനെ നടന്നു തുടങ്ങും. അപ്പോൾ ഞാൻ ചെയ്യണ ഒരു സൂത്രപ്പണി എന്താണെന്ന് വെച്ചാൽ സൈഡിൽ മൊത്തം ഒന്ന് നനയ്ക്കുമ്പോൾ അവിടെ ഒരു കുളിർമതി ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് ആ നനവിൽ കിടക്കാനും ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ തോമുട്ടൻ അപ്പാപ്പൻ പോയിട്ട് തോമുട്ടനെ കൊണ്ടുവന്നു. തോമുട്ടൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പ്ലേ സ്കൂളിലേക്ക് പോകാനായിട്ട്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ കളിക്കാമല്ലോ കുറേ. ഇത് നമ്മുടെ മാറണ മോതിരമാണ് കേട്ടോ. അത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉച്ചയ്ക്ക് എല്ലാവരും ഉറങ്ങി എണീറ്റതിന് ശേഷം എല്ലാവരും എനിക്ക് തോന്നുന്നു 6 മണിയോട് കൂടിയിട്ടാണ് 5:30-6 മണിയോട് കൂടിയിട്ടാണ് കുട്ടികൾ എണീറ്റത്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് നേരം മുറ്റത്താകുമ്പോൾ ഇത്രയും ചൂടില്ല, കുറച്ച് നേരം മുറ്റത്ത് കൊണ്ടേ കളിക്കുകയെന്ന് പറഞ്ഞിട്ട് അവരെ മുറ്റത്താക്കിയിട്ട് അപ്പാപ്പനെ അവരുടെ കൂടെ നിന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പേരും ഞങ്ങളുടേതായ കാര്യങ്ങളായിട്ട് അകത്തുള്ള ഓരോ കാര്യങ്ങളിൽ ഏർപ്പെട്ടു. ചാക്കോച്ചൻ അവിടെ ശരിക്കും മറുത്ത് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അവനിവരൊക്കെ കളിക്കുന്നതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വെച്ചാൽ ഡിവൈൻ ഇഡലിക്കുള്ള മാവാട്ടമായിരുന്നു. ഞാൻ കോളിഫ്ലവർ കുട്ടികൾക്ക് ഇഷ്ടമാണ്, തോമനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സോസ് കൂട്ടി കഴിച്ചോളും. അപ്പോൾ അത് ചെയ്യായിരുന്നു. ഡിവൈൻ്റെ നാളെ ഇഡലിക്കുള്ള മാവാട്ടണം. അപ്പോൾ അധികം ഒന്നിച്ചാട്ടും. അപ്പോൾ നാളേക്കും മറ്റന്നാളത്തേക്കും ആവാമല്ലോ. അപ്പോൾ ഞാൻ ഈ സംഭവം ഞാനാണ് കേട്ടോ ഏറ്റെടുത്തത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2 സെക്ഷനായിട്ട് ചെയ്യണത്. ഒന്നധികം എരിവില്ലാണ്ട് നമ്മുടെ പാച്ചൂനും തോമൂനും വേണ്ടിയിട്ടും, മറ്റേത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കൂട്ടറിയാം. ഗ്യാരൻറ്റിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. കാരണം കുട്ടികൾ ഒരു വട്ടം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇനിയും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരത്ര നല്ലതായാൽ മാത്രമേ രണ്ടാമതൊരു സാധനം ഉണ്ടാക്കാനായിട്ട് സമ്മതിക്കുള്ളൂ. അപ്പോൾ ഞാനത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ഇന്ന് എൻ്റെ വക തന്നെയായിരുന്നു. മറ്റേ സോയ ഫ്രൈ ആയിരുന്നു. അങ്ങനെ നേരത്തോട് ഭക്ഷണം കഴിച്ചു ഇന്ന് കേട്ടോ. ഡോണിന് ശരിക്കും അവൻ വന്നു കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിച്ചപ്പോൾ അതുകൊണ്ട് ആവശ്യമുണ്ടായിരുന്നില്ല. എന്നാലും പേരിന് ഓരോ ചപ്പാത്തിയൊക്കെ വീതം കഴിച്ചിട്ട് എല്ലാവരും ബിഗ് ബോസ് കണ്ടിട്ടാണ് കിടന്ന് ഉറങ്ങിയത് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഞാൻ യാത്രയാക്കിയതിന് ശേഷം ഞാൻ നമ്മളുടേതായ ഒതുക്കലിന് പോയി. അപ്പോൾ പട്ടികൾക്ക് ഇറച്ചി കിട്ടാനിപ്പോൾ ഭയങ്കര പ്രയാസമായി തുടങ്ങി. കാരണം നോയമ്പായ കാരണം ഇറച്ചി വെട്ടൊക്കെ വളരെ കുറവാണ്. നേരത്തോടെ അടയ്ക്കും. പിന്നെ അല്ലാത്ത സമയത്തുള്ള പോലെ ഇറച്ചി കിട്ടണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് പെഡിഗ്രിയും അതും ഇതൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കോഴിയുടെ കാലൊക്കെ വാങ്ങി അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയേക്കാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഭംഗിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം നേരത്തോടെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇനി സാരിയുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ വിചാരിച്ചു അത് അഡ്രസ്സ് എഴുതി വെക്കുകയല്ലല്ലോ നമ്മൾ, എടുക്കണോട് കൂടി ആ കവറും അഡ്രസ്സ് എഴുതണ കാരണം ആ പണി ലാഭമാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ദൈവം സഹായിച്ച് എല്ലാവരും നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. സാരിയുടെ കാര്യത്തിൽ ഫുഡ് വെയർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട്. കുറേ പേർക്ക് ഒരു ചിന്തയുണ്ട് വില കുറഞ്ഞ സാരി ആയതുകൊണ്ട് അതിനുള്ള ക്വാളിറ്റി ഇല്ല എന്നുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള സാരികൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുകയാണ്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേഗം കാണാം. അപ്പോൾ അതുവരയ്ക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മെഴുകുതിരി കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് രണ്ടാമത് കത്തിച്ചിട്ട് ഞാൻ എടുത്തതാണ്. ഇനി എൻ്റെ വോയിസ് ഓവർ കൊടുത്ത് കഴിഞ്ഞ് വരുമ്പോഴേക്കും അതൊക്കെ ഇടും. അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരയ്ക്ക് ബൈ.